ആവശ്യമില്ല. അവര് പോയല്ലോ. എന്താ പ്രശ്നം പറ. എല്ലാ പ്രശ്നം അവര് 5 ബോൾ പോലും സമാധാനം സമാധാനം. എന്താ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം കാര്യം എന്താ? കാര്യം എന്താണെന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയവരില്ലേ? അവര് കെട്ടിപ്പിടിച്ച് പോയി. ആക്സിഡന്റ് ഉണ്ടായ ആൾക്കാർ പോണോക്കേ. അവർക്ക് യാതൊരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവന്മാര് കൊള്ളാല്ല. അവന്മാര് പോയില്ല. അവന്മാര് പോയി. അവർക്ക് കൂടെ നമ്മൾ തിന്നാൻ റെഡി ഉണ്ടാക്കിയത് കൊള്ളാം കേട്ടാ. സാമർത്ഥ്യമായി പോയി. നമ്മൾ ഒരു ലോറിയും കാറും കൂടി ഇടിച്ചല്ല. ആ ലോറിക്കാരന്റെ കുഴപ്പം നോക്കി. ആ ലോറിക്കാരൻ ഒന്ന് കയറ്റണ്ട. ആ ലോറിക്കാരൻ ലോറിയുടെതല്ല, അതാ കാറിന്റെ കുഴപ്പമാ. കാറിന്റെ കുഴപ്പം. നിങ്ങൾ പിന്നെ കാറിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ഇനി പിടിച്ചു മാറ്റണ്ട. നോക്കാണ്ടിരിക്കണതല്ലേ. അല്ല, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല മുത്തു. ഈ ആഗോള സാമ്പത്തിക പ്രതിസന്ധി എല്ലായിടത്തും ഉണ്ടായിട്ടും ഈ കള്ളു വ്യവസായത്തിൽ മാത്രം യാതൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ലേ? അവിടെ ഒരു പ്രതിസന്ധിയില്ല. നമുക്കൊരു കാര്യം ചെയ്താലാ, കള്ള് ഷാപ്പിൽ പോയി ജോലി ചെയ്താലോ? എന്തായാലും ഉപജീവന മാർഗത്തിന് കള്ളെങ്കിൽ കള്ള് ഷാപ്പിലേക്ക് പോവാം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ, കഴിഞ്ഞ 4 ദിവസമായി നടന്നു വരുന്ന മദ്യവിരുദ്ധ ഉപവാസ സമരത്തിന്റെ അവസാന ദിവസമായി ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന എന്താണെന്നാൽ, മനുഷ്യനെ നെറികെട്ടവനാക്കുന്ന, കാന്ത് പിടിച്ച് പിച്ചുമ്പായും പറയുന്ന ഈ മദ്യപാനം വേണോ എന്നാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. എന്നോട് ഇങ്ങനെ തന്നെ വേണം കേട്ടോ. ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡെയിലി വെള്ളമടിക്കുന്നത് എന്നോട് ഇങ്ങനെ തന്നെ വേണം. എന്തോന്നാണ് ഇവിടുത്തെ ഈ ഷാപ്പിന്റെ രാഷ്ട്രീയം നടന്നത് നിങ്ങൾ എന്നെ അറിയിക്കുന്നതാ. നിന്നെ കൂടി ഞാൻ മടുത്തല്ലോ. നിനക്ക് എന്റെ നെഞ്ചത്തോട്ട് കയറാൻ നിനക്ക് ഈ പരിപാടി നിനക്ക് തന്നെ അറിയാം. നിനക്ക് ഇവിടെ ഇപ്പൊ അവർ സ്റ്റാർ സിംഗറിന്റെ അവരുടെ ഗാനമേള നടക്കും. സ്റ്റാർ സിംഗറുടെ ഗാനമേള അല്ല നടക്കുന്നത്. പിന്നെ ഇവിടെ എന്നെ നടക്കുന്ന വെച്ചാ മദ്യത്തിന് അമ്മമാര് സമരം ചെയ്യാം. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, ഞാനൊന്നു പറയുകയാണ്. മദ്യപാനം എന്നത് പാപമാണ്, പാപം. ആ 3-ാം പേജിലെ ആദ്യത്തെ വാക്ക് വായിക്കാം. കഴിഞ്ഞ 4 ദിവസമായിട്ട് അമ്മമാർ അവിടെ കിടന്ന് തലേകുത്തി പറയാ. നിനക്കറിയാവോ? ചേട്ടാ, നമ്മള് പെണ്ണുമ്പോൾ വെട്ടി പോത്ത് ഇവന്മാർ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നു. ഒരു കാര്യം നിന്നോട് പറയട്ടെ, എങ്ങനെയാലും ഈ പദ്ധതി നിനക്കൊന്ന് പൊളിക്കാൻ പറ്റുമോ? എടാ, നമുക്ക് ജീവിക്കണ്ടേ? നമുക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റും. ഇതെല്ലാം അറിയാവോ? എന്താ ഞാനെന്താ ഇതെന്താ ഇത് പൈസ ഇതെന്തിനാ? നീ ഇതെങ്ങനെയാലും ഇത് പൊളിക്കണം. ഈ സാധനം ചെയ്യാൻ എനിക്ക് കൈക്കൂലി വേണ്ട. ഇത് എന്റെ ചോറാണ്. ഈ സാധനം പൊളിക്കാനുള്ള പരിപാടിക്ക് ഞാൻ ചെയ്യും. ഒരു കാര്യം, ഐശ്വര്യമായിട്ട് ഒരുപാടെണ്ണം ഒരു വെളിക്കോയിന് വേണം ദക്ഷിണയായിട്ട്. ഇത് കൈക്കൂലിയല്ല കേട്ടോ. പിന്നെ ഇത് ഇവന്മാർക്ക് ഒരു പണി കൊടുക്കാനുള്ള പണിക്കൂലിയാണ്. ഓക്കെ. ഇന്ത്യ അടുത്ത വർഷം 9% വരെ വളർച്ച നേടും. ചിദംബരം പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചിദംബരമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, ബാക്കി വായിക്കാം. ന്യൂഡൽഹി ഇന്ത്യയുടെ വളർച്ച ഇക്കൊല്ലം അടുത്ത കൊല്ലമല്ല, ഈ കൊല്ലം 8% 8% അടുത്ത വർഷം പ്രതിസന്ധികളെ അതിജീവിച്ച് 9% ഉയരുമെന്ന്. 9%, 1 2 9% സഹോദരന്മാരെ, 9%. ബാക്കി വായിക്കാം. കേന്ദ്രമന്ത്രി പി. ചിദംബരം നമ്മുടെ ജോർജ് വാസ്ട്രോ പണിക്കൻകുടിയിലെ കാട്ടാത്ത വാസ്ട്രോ അല്ല, ചിദംബരമാണ് പറഞ്ഞിരിക്കുന്നത്. സഹോദരന്മാരെ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ കരങ്ങൾ അടിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ആർത്തുല്ലസിച്ചുകൊണ്ട് പാടാം. ചിദംബരമേ, 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 ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെ, മദ്യപാനത്തിൽ നിന്ന് വേർപിരിയാൻ വന്നതാണോ? അതെ, വളരെ കണ്ടത് വളരെ സന്തോഷമുണ്ട്. അതെ, ഒരു സഹോദരൻ കടന്നു വന്നിരിക്കുക. പേരെന്തോന്ന് പറഞ്ഞു? എന്റെ പേരാ ബ്രദർ യോഹന്നാൻ മുഴുവെള്ളം. യോഹന്നാൻ മുഴുവെള്ളത്തിൽ വെള്ളമടി നിർത്തുന്ന ആളിന്റെ പേരാ യോഹന്നാൻ മുഴുവെള്ളത്തിൽ. പണി തരാം കേട്ടാ. പണി നടക്കട്ടോ സഹോദര, പണി നടക്കട്ടെ. പ്രിയമുള്ളവരെ സഹോദര, 1 മിനിറ്റ് ഒരു ഉപകഥ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുക. തിരുവല്ലായിൽ നിന്ന് ഒരമ്മച്ചി എനിക്കൊരു കത്തയച്ചു. അമ്മച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇച്ചായ, എന്റെ മകൻ ഒരു കുടിയനാണ്, ഒരു ദൂർത്തടിക്കാരനാണ്. ഭയങ്കര
അവൻ നാട്ടിലാർക്കും ഇഷ്ടമല്ലാത്ത ഒരു തെറിക്കൂത്ത് ജീവിതമായി. എന്റെ ദൈവം. അമ്മച്ചി എന്നോട് പറഞ്ഞതനുസരിച്ച് തിരുവല്ലായില് അവരുടെ വീട്ടിൽ ഞാൻ ചെന്നു. സത്യം ഈ പുള്ളിയല്ലാതെ അമ്മ തെണ്ടിപ്പോയാല്. സഹോദരൻ ഞാനൊന്ന് സംസാരിച്ചോട്ടെ. സോറി, എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഞാൻ പൈസ കൊടുത്തിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ലേ? അങ്ങനെ ഈ അമ്മച്ചിയുടെ മകനുമായി ഞാൻ സംസാരിക്കണ്ടായി സഹോദര. എന്നിട്ട് എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ഞാനിങ്ങനെ സംസാരിച്ചു. ആ പൈതൽ, ആ യുവ ചെറുപ്പക്കാരൻ, അവൻ ദൈവനാമത്തിൽ വിശുദ്ധനായി മാറി. എന്റെ ദൈവമേ, എന്ത് നുണയൊക്കെയാണ് ഈ പറയുന്നത്? നുണയല്ല സഹോദര, അനുഭവമാണ് അനുഭവം. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയെ, ഞാൻ എന്റെ ഡ്യൂട്ടിയെ. അല്ല, ഞാനൊന്ന് സംസാരിക്കട്ടെ. അതിനിടയ്ക്ക് കയറി താൻ അലമ്പുണ്ടാക്കരുത്. തന്റെ ഉള്ളിൽ മദ്യമാണ്, മദ്യം. പിന്നെ മദ്യം കഴിച്ച പിന്നെ മദ്യമല്ല പിന്നെ ഞാൻ വരുന്നത്. തനിക്കറിയുവോ കർത്താവായ യേശു എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തുവെന്നറിയുവോ? വെള്ളത്തിന് മീതെ നടന്നവനാണ്. വെള്ളത്തിന് മീതെ നടന്നവനാണ് സഹോദര. വെള്ളത്തിന് മീതെ നടന്നല്ലേ ഉള്ളൂ. ഞാൻ വെള്ളത്തിൽ ജീവിക്കുന്ന ആളാ കേട്ടോ. എന്റെ അടുത്ത് കൂടുതൽ ഡയലോഗ് ഒന്നും സഹോദര മാത്രമല്ല. സോറി ഒരു മിനിറ്റ്, ഞാനിവിടെ സംസാരിച്ചപ്പം കൊണ്ട് 5000 പേരെ തീറ്റിച്ചവനാണ്. പിന്നെ സോഡാപ്പൊടി ചേർത്ത് അങ്ങനെ ഇഷ്ടം പോലെ കിട്ടും. പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ ഈ മദ്യപാന സമരം ഒന്ന് അവസാനിപ്പിച്ചോട്ടെ. അതുവരെ എന്നെ ശല്യം ചെയ്യുന്ന സഹോദര എല്ലാം ഞാൻ അവസാനിപ്പിക്കും. ഞാൻ തീരുമാനിച്ചു. ഞാൻ അടുത്തൊരു കഥ പറയുന്നതിന് മുമ്പ് ഒന്നുകൂടി ഞാൻ പാടുന്നു പാടുക. ചിദംബരമേ 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 ചിദംബരമേ. സഹോദര, ഞാനൊരു കാര്യം പറയുക. ഇതിന് ഒരു അറുതി വേണ്ട, ഇതിനൊരു അവസാനം വേണ്ട. നമുക്ക് ഈ സമരത്തിന് മദ്യപാനം അവസാനിപ്പിച്ചിട്ടേ ഞാൻ അവസാനിപ്പിക്കണം. എത്രയും പെട്ടെന്ന് ഈ മദ്യപാനം അവസാനിപ്പിക്കണം. കർത്താവ് പറഞ്ഞത് വിശക്കുന്നവന് അപ്പം കൊടുക്കണം, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കണമെന്നാണല്ലോ. സഹോദരന്റെ തൊണ്ട വളരുന്നില്ലേ? വളരുന്നല്ല, വരളുന്നു. ഉണ്ടല്ലോ. ഇപ്പൊ സൗണ്ടുകൾ തളരുന്നില്ലേ? തളരുന്നുണ്ട്. തൊണ്ട ഡ്രൈ ആയി വരുന്നു. എങ്കിലും ഞാൻ അടങ്ങില്ല സഹോദരൻ. യേശു ക്രിസ്തുവിന്റെ പാതയിൽ സഞ്ചരിക്കാൻ പറ്റട്ടെ. സഹോദരൻ തൽക്കാലം എന്റെ പാതയിൽ സഞ്ചരിക്കൂ. വാ, നമുക്ക് ദാഹിക്കുന്നതിന് വെള്ളം കുടിക്കണേ. അതുവരെ ആ പ്ലാസ് സംസാരിക്കും. സൈലൻസ്. ഞങ്ങൾ പോയിട്ട് വരുന്ന ഡിസ്റ്റർബ് ചെയ്യില്ലേ? പറഞ്ഞേ. ഇവിടെ എത്രയാ? 2 തെങ്ങ്, 2 തെങ്ങ്, 2 കപ്പ, 2 കപ്പ, ഒരു പന്നി. അവിടെ ഒരു തവളക്കറി, ഒരു കപ്പ, ഒരു കല്ലുമേക്ക. 142. 141 രൂപ. 1 രൂപ കല്ല് കൊടുത്തേ. കുഴപ്പം ഞങ്ങൾ കേറിയില്ല. സഹോദരൻ പറയുന്നത് മദ്യപാനികളോ ചേർന്നിരിക്കുന്നത് പാവമാണ്. ഞാനെല്ലാം കൊണ്ടുവന്നു, ഒരു കുഴപ്പമില്ലെന്ന്. ടെൻഷൻ അടിക്കാതെ കൂടോ. ഇതാരായി പുതിയ അളിയൻ? സുമേഷ് പറഞ്ഞത് ഇത് നമ്മളൊരു ബ്രദറാണ്. പേര് യോഹന്നാൻ മുഴുവൻ.